പേര് രഹന ജോസ്. ഞാൻ എറണാകുളം ജില്ലയിലെ പുത്തമ്പേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. OET പാസ്സായതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2022 നവംബർ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 2019 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സൗദിയിലായിരുന്നു, അതുകൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ 2022 അതിൻ്റെ OETൻ്റെ ഒരു പരാജയം എനിക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ സൗദിയിൽ നിന്ന് നിർത്തി വന്നതിന് ശേഷം പല പ്രാവശ്യം OET എഴുതുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു OET പാസ്സാകാതെ വന്നപ്പം ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനഃപൂർവ്വം എടുത്തില്ല. കാരണം എനിക്കറിയാം 2019 ഞാൻ എടുത്തതാണ്, അതിന് കുറേ നിബന്ധനകളുണ്ട്, അതൊക്കെ പാലിക്കണം. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എനിക്ക് നിരന്തരമായിട്ട് പരാജയം തന്നെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു മൊഡ്യൂളാണ് പോകുന്നത്, അതോ ഒരു മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ. അവസാനം ഞാൻ 2022 ഓഗസ്റ്റിൽ എഴുതി, 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതി. അപ്പോൾ എനിക്ക് റീഡിങ് മാത്രം കിട്ടിയില്ല. അത് എനിക്ക് ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റാത്തൊരു സ്കോറാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, റീഡിങ് തന്നെയല്ലേ ഉള്ളൂ, അത് എഴുതാം, അത് സിംഗിളായിട്ട് എഴുതിയാൽ കിട്ടും. അങ്ങനെ ഞാൻ റിവാലുവേഷൻ കൊടുത്തു, അത് കിട്ടിയില്ല. പിന്നെ ഞാൻ അത് തന്നെ ഒന്നുകൂടെ എഴുതി, എന്നിട്ട് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ നവംബർ 27 വന്നിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിന്നെ കുമ്പസാരിച്ച് ഡിസംബറിലാണല്ലോ, അപ്പോൾ ഒരു നോമ്പൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ വിചാരം ഓക്കെ, ഉടമ്പടി എടുത്ത് നോമ്പ് എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ അടുത്ത അറ്റംപ്റ്റിൽ OET പാസ്സാകുമെന്ന് വിചാരിച്ചു. എനിക്ക് ആ ഒരു മൊഡ്യൂളേ കിട്ടാനുള്ളൂ. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ മാസം ഞാൻ ഡേറ്റ് എടുത്തു, എഴുതി. റിസൾട്ട് വന്നപ്പം വീണ്ടും ഫെയിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചു, ഇത്ര നാളും വിചാരിച്ചു ഉടമ്പടി എടുത്താൽ പാസ്സാവുമെന്ന്, എന്നിട്ടും പാസ്സായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനിയിപ്പം വലിയ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പ്രേക്ഷക പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പ്രാർത്ഥന മസ്റ്റായിട്ട് ചെയ്യും, നോമ്പെടുക്കും, പള്ളിയിൽ പറ്റുന്ന ദിവസമൊക്കെ പോവും. എന്നാലും പ്രാർത്ഥനയിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരുന്നു. ഞാൻ എന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥനയൊക്കെ 5:30 എഴുന്നേൽക്കുന്നത് നിർത്തി. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓർമ്മയുള്ളപ്പോൾ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി അങ്ങ് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പം ഒരു 3 മാസമായപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി ഉടമ്പടി പുതുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് ക്ലാസ് കേട്ടു. അതിൻ്റെ ആ സ്കോർ കാർഡൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ അതിന് ഉടമ്പടി എടുത്തിട്ട് എന്താ ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു ബോധ്യം വന്നത്, എൻ്റെ ഉടമ്പടി പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. ഞാൻ എന്നിട്ട് പുതുക്കിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി 2 ആഴ്ച കൂടെ സംസാരിച്ചു, ഡെയിലി ബൈബിൾ വായിച്ചു. പ്രേക്ഷിത പ്രവർത്തനം അത് ഞാൻ എല്ലാ മാസവും ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ ഒരു മന്ത് ഒഴികെ ബാക്കി ലാസ്റ്റ് മന്ത് വരെ വന്നിട്ടുണ്ട്. എല്ലാ മാസം വരുമ്പോൾ 2, 3, 5 എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുപോലെ ഞാൻ പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കും. അതുപോലെ താലൂക്ക് ആശുപത്രികളിൽ കൊണ്ട് രോഗികളെ കാണും. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ 100% അല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഉടമ്പടി ഇതായി. അപ്പം ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, OET എന്നുള്ള കാര്യം അങ്ങ് വിട്ടു. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ OET ഇത് മാത്രമേ ഉള്ളൂ എല്ലാ പ്രാർത്ഥനയിലും ഉടമ്പടിയിലും എല്ലാ ലക്ഷ്യവും അതാണ്. അപ്പം ഞാൻ അത് വിട്ടിട്ട് ഞാൻ അതൊരു നിയോഗമായി വെച്ചേയില്ല പുതുക്കിയപ്പം. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ മാതാവ് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ ഞാൻ ഈ OETക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എനിക്ക് ഹസ്ബൻഡിനും കുട്ടിക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ലൊരു ജോലി തന്നാൽ മതി, അമ്മ മാതാവിന് ഇഷ്ടമുള്ള പോലെയെന്ന്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് OET കിട്ടാത്തപ്പം മറ്റേ സീനിയർ കെയർ വിസ എടുത്ത് പോകാൻ ട്രൈ ചെയ്യുന്നു. എനിക്കങ്ങോട്ട് ഭയങ്കര ഡിപ്രഷൻ പോലെയായിപ്പോയി. എങ്ങോട്ടേലും പോകണം, ജോലി കിട്ടണം, എല്ലാവരും കളിയാക്കുന്നു, എത്ര പ്രാവശ്യമായി എഴുതുന്നു, കുറേ നാളായാലും നിൽക്കുന്നു, നമ്മൾ സൗദിയിൽ നല്ലൊരു ജോലി കളഞ്ഞതല്ലേ, അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ, നോർമലായിട്ട് ആളുകളൊക്കെ ചോദിക്കും അങ്ങനെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഡിപ്രഷൻ പോലെയൊക്കെയായി. ഞാനപ്പം മാതാവിന് കംപ്ലീറ്റ്ലി മാതാവിന് വിട്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി OETയുടെ കാര്യം ഞാൻ എഴുതിയിട്ടില്ല, അത് പ്രാർത്ഥിച്ചില്ല. ഞാൻ പിന്നെ ഈ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയിലും കേൾക്കും. അപ്പം പലരും സാക്ഷ്യത്തിൽ പറഞ്ഞു കേട്ടുള്ളതാണ്. എനിക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലൊരു മെസ്സേജ് എനിക്കുള്ളതായിരിക്കും. ഞാൻ ആ ഒരു വീക്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിന് ഒരു സന്ദേശം എനിക്ക് എപ്പോഴും എല്ലാ ടോക്കിലും കിട്ടാറുണ്ട്. അങ്ങനെ ഞാനങ്ങനെ ടോക്കൊക്കെ കേട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എറണാകുളത്താണ്. അപ്പോൾ എറണാകുളം തൃശ്ശൂരാണ് മിക്കവാറും എക്സാം എഴുതാറ്. അപ്പോൾ അവിടുത്തെ എല്ലാ സെൻറ്ററിലും ഓൾമോസ്റ്റ് ഞാനിങ്ങനെ മാറ്റി ഡേറ്റ് എടുക്കും, സ്ഥലം മാറാൻ കിട്ടും എന്നുള്ള ഇതിൽ. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ടോട്ടലി നിർത്തി. എന്നിട്ട് ഞാനങ്ങനെ വിചാരിച്ചു, എനിക്ക് കണ്ണൂർ പോയി എഴുതണമെന്ന് ആഗ്രഹമാണ്, കാരണം എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ എൻ്റെ വിചാരം പുതിയ സ്ഥലത്ത് പോയിട്ട് എഴുതിയാൽ കിട്ടും, പുതിയൊരു സെൻറ്ററൊക്കെ തുടങ്ങുകയാണെങ്കിൽ കിട്ടും. പിന്നെ എൻ്റെ വീട്ടിലായതുകൊണ്ട് വേറെ ആൾക്കാരറിയില്ല, നാണക്കേടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്കത് പോസിബിൾ അല്ല, കണ്ണൂർ സെൻറ്റർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ആ സ്വപ്നം അതൊക്കെ വിട്ട്, അതാണ് OET വേണ്ടെന്നങ്ങ് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം പിന്നെ OET ഡേറ്റ് നോക്കലോ ഒന്നുമില്ല, എല്ലാ ദിവസവും തന്നെ മെയിൽ കയറും, എന്നൊക്കെ ഡേറ്റ് ഉണ്ടോ നോക്കും, എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് നോക്കും.
അങ്ങനെ ഇത് തന്നെ പരിപാടിയായിരുന്നു. അന്ന് ഞാനതെല്ലാം വിട്ട് നിന്ന് മാതാവിനോട് അമ്മയുടെ ഇഷ്ടത്തിന് വിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പോയിട്ടൊരു കാര്യം വെച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ ഏറ്റവും ആദ്യം വെച്ച രണ്ടാമത്തെ പുതുക്കലിൻ്റെ നിയോഗം അമ്മ മാതാവെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ഒരാളായി എന്നെ ജീവിക്കാൻ അനുവദിക്കണേ എന്നാണ്. കാരണം ഒരു ഉടമ്പടി ഇപ്പം നമുക്ക് ഒരു നിയോഗം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പ്രാർത്ഥന നിർത്താതെ ആ വിശ്വാസത്തെ നിലനിൽക്കാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഉടമ്പടി പുതുക്കിയത്. പിന്നെ മാതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് മേലെ തുറന്ന് നോക്കിയപ്പോൾ ഒരു കണ്ണൂർ എന്ന സെൻറ്റർ കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കണ്ണൂർ സെൻറ്റർ തുറക്കാൻ വഴിയില്ലല്ലോ. ഞാനപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചു അവരെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, കണ്ണൂർ ഞങ്ങൾ പുതിയൊരു സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, കണ്ണൂർ പുതിയ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പം പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ട്, നിയമങ്ങളെ ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറ്റി മാതാവ് ഇങ്ങനെ വിസ കൊടുത്തു, അത് അങ്ങനെ നിയമങ്ങളെ മാറ്റി അനുഗ്രഹിച്ചു, നമുക്കായി മാതാവ് നടന്ന് ഓരോ കാര്യം ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഓക്കെ, അമ്മ മാതാവ് എനിക്ക് വേണ്ടി തന്നതായിരിക്കും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് എൻ്റെ വീട്ടിൽ പോയിട്ട് പബ്ലിക്കൊന്നും അധികം അറിയാതെ പറയാൻ മറ്റുള്ളവരുടെ മടിയുണ്ടായിട്ടല്ല, എല്ലാവരും കളിയാക്കലാണ്. കുറേ ആയില്ലേ, തോറ്റില്ലേ, പഠിക്കാഞ്ഞിട്ടാണോ, പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ, പിന്നെ നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരും അറിയണ്ട എന്ന്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് സന്തോഷമായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിനിയുള്ള കിട്ടിയ ഡേറ്റ് May 27 ആണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ എഴുതിയത് August 27 2 ഡേറ്റും കണക്റ്റാണ്. അപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് ഇത് തോന്നി, മാതാവ് എനിക്ക് ഒരുക്കി തന്നതായിരിക്കും ഇതെന്ന്. ഞാൻ എന്നിട്ട് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഒരു മൊഡ്യൂൾ ഉള്ളെങ്കിൽ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനത് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ കാശ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പ്രതീക്ഷയോടെ ഈ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ കണ്ണൂർ പോയി എക്സാം എഴുതാൻ ചെന്നു. നമുക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിനടുത്ത സ്ഥലമായിട്ട് എനിക്ക് നല്ല ഫെമിലിയറാണ്. പക്ഷേ ലൊക്കേഷൻ ഇട്ടൊക്കെയാണ് പോയത്. 8 o'clock റിപ്പോർട്ടിംഗ് ടൈമാണ്. 8:30 ആയിട്ട് പോലും എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹോളിൽ കയറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ തന്ന ഒരു പുതിയ സ്ഥലം ഞാനിവിടെ വന്ന് നിന്നോട് പ്രാർത്ഥിച്ചെടുത്ത് എഴുതുന്നതല്ലേ, എന്നിട്ട് എന്താ എനിക്ക് എടുത്താൻ പറ്റാത്തതെന്ന് ഓർത്തു. പക്ഷേ കറക്റ്റ് 8:30 എത്തി. എക്സാമിനുണ്ട്. എന്നോട് ആദ്യം പറഞ്ഞു കയറ്റാൻ പറ്റില്ല, ടു ലേറ്റ് എന്നൊക്കെ പറഞ്ഞു, കാരണം റിപ്പോർട്ടിംഗ് ടൈമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, എന്നെ കയറ്റി എക്സാം ഹോളിൽ കയറി. പിന്നെ റീഡിങ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇത് പുതിയ സെൻറ്റർ ആയതുകൊണ്ട് ഒരു സെപ്പറേറ്റ് റൂമിലാണ് ഇരുത്തുന്നത്. അപ്പോൾ ഒരു 10 പിള്ളേരെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ, ബാക്കി എല്ലാവരും വേറെ ഹോളിലായിരുന്നു. അപ്പം നമുക്ക് ക്ലോക്കൊന്നുമില്ല, ജസ്റ്റ് ഡിജിറ്റൽ ക്ലോക്കാണ്. ഞാൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം അറിയാൻ പറ്റില്ല. 1 hour റീഡിങ് മോളികൾ. എനിക്ക് തന്നെ കുറേ പേർക്കൊക്കെ അറിയാം, കറക്റ്റ് ടൈമിൽ വെച്ച് എഴുതിയില്ല, കിട്ടത്തില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 20 minutes മേലെ ഉണ്ട്. ഞാൻ അങ്ങനെ ഓക്കെ സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു. കറണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കിയ ടൈം വീണ്ടും തെളിഞ്ഞ് 10 minutes more എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം നമുക്കൊരു 15-20 minute വരെ ഞാൻ പോലും കിട്ടത്തില്ല, കാരണം ഞാനിത് കുറേ നാളായാലും എഴുതുന്നു പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ആ ടൈമിംഗ് ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് കിട്ടത്തില്ല, ഉറപ്പിച്ചു. ഞാൻ പിന്നെ 10 minute ജസ്റ്റ് എല്ലാം കറപ്പിച്ചു, ജസ്റ്റ് ഇങ്ങനെ കറപ്പിച്ച് വെച്ചാൽ മതി ഒക്കെ എടുത്തു ഇറങ്ങി. അപ്പോൾ ഞാൻ പുറത്ത് വന്നപ്പം ഫ്രണ്ട്സൊക്കെ അടുത്തിരിക്കുന്ന പിള്ളേർക്ക് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ടൈമിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്ര നാളും ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, എന്നിട്ട് കിട്ടിയില്ല. ഇപ്പോൾ 10 minute മിച്ചമുള്ളപ്പോൾ എനിക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്തത്, അപ്പോൾ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ നോക്കാതിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം റിസൾട്ട് വന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ തന്നെ കറക്റ്റ് എനിക്ക് പോകാനുള്ള മാർക്ക് 350 ആണ്. ഒരു മാർക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പെർഫെക്റ്റ്ലി എഴുതി നമുക്കിപ്പം നമ്മൾ പെർഫെക്റ്റ് എഴുതി നമുക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു സ്കില്ല് കൊണ്ട് കിട്ടിയതല്ല, അമ്മ മാതാവ് എനിക്കായിട്ട് സമയം ഇല്ലാതെ ഞാൻ തെറ്റിച്ചെഴുതിയതായിരിക്കാം. എല്ലാം എനിക്കായി ക്രമീകരിച്ച് കറക്റ്റ് പാസ് മാർക്ക് തന്നു. എനിക്കപ്പം ഭയങ്കര സന്തോഷം. ഞാൻ പ്രോസസ്സിങ്ങിലൊക്കെ മുന്നോട്ട് പോയി. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ ലാസ്റ്റ് വീക്കിൽ, ഇപ്പോൾ ഒരു 27 Saturday ആണ് എക്സാം, 10 to 11. ഞാൻ അതിൻ്റെ തലേ ആഴ്ച ഇവിടെ വന്നു. എല്ലാ മാസം വരുന്നതാണ് വന്നു. ഞാനപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അപ്പം ഏജൻസിന്ന് അവർ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് 72% രേനയുടെ ഫയലൊക്കെ കംപ്ലീറ്റ് ആണ്, OET ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ പാസ്പോർട്ടും ഇതെല്ലാം കൂടെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ മണ്ണിൽ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാനിതെല്ലാം നിൻ്റെ മുമ്പിൽ വയ്ക്കുക, നീയായിട്ട് എനിക്ക് തന്ന ഒരു സ്ഥലം നീയാണ് എനിക്ക് തരുന്നെങ്കിൽ ഈ അടുത്ത ആഴ്ച ഈ സമയം 10 മുതൽ 11 വരെ ഞാൻ കണ്ണൂർ എക്സാം എഴുതുമായിരിക്കും. ഇന്ന് 10 മുതൽ 11 വരെ ഞാൻ നിൻ്റെ അടുത്തിരിക്കുകയാണ്. അന്ന് അമ്മ എൻ്റെ കൂടെ വന്ന് അവിടെ ഇരിക്കണം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അന്ന് ഞാൻ ഒരു 5 കെട്ട് പത്രമൊക്കെ മേടിച്ചു. കാരണം ഞാൻ കണ്ണൂർ പുതിയ സ്ഥലത്ത് പോകുമ്പം ഇത് കുറേ പേർക്ക് അവിടെയും കൊടുക്കാമല്ലോ. കണ്ണൂരിൽ നിന്നൊക്കെ ഞാൻ വിചാരിച്ചു ആദ്യ ആൾക്കാർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലോ. അപ്പം ഞാൻ കൂടുതലും പത്രമൊക്കെ അവിടെ എക്സാമിന് മുമ്പ് അവിടെ തന്നെ എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്തിട്ടാണ് പോയത്.
അതുകൊണ്ട് എനിക്കൊരു ഒരു വിജയം എനിക്ക് മാതാവ് തന്നതാണെന്ന് 100% ഉറപ്പാണ്. പിന്നീട് എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നു. പിന്നെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ ഞാൻ എന്താണിത്, എനിക്ക് ഓഫർ ലെറ്റർ ക്യാപ്പ് എന്നുള്ള പ്രോഗ്രാം ചെയ്യാനാണ് നമ്മൾ ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഓഫർ ലെറ്റർ വരുന്നില്ല, ഭയങ്കര ബൾക്ക് അഡ്മിഷൻസ് ഒക്കെ ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നും മാതാവിൻ്റെ ഇടപെടൽ പോലെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്നൊരു ഏജൻസി സമീപിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ സമീപിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. അതായത് 10 ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ, 3 മാസമായിട്ട് ഞാൻ ഓഫർ ലെറ്ററിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 10 ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ, പിന്നെ ഒരു വിത്തിൻ 7 ഡേയ്സിൽ ഫസ്റ്റ് തിയറിയുടെ പേയ്മെൻറ്റ്, തിയറി എക്സാം, ദെൻ ഒരു 2 വീക്സിനുള്ളിൽ പ്രാക്ടിക്കൽ, അതിന് പേയ്മെൻറ്റ്. അപ്പോൾ ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഓൾമോസ്റ്റ് പെട്ടെന്ന് ഒരു 2 വീക്സ് കൊണ്ട് എല്ലാം നടന്നു. പിന്നീട് എൻ്റെ അടുത്ത ഇത് വിസയ്ക്ക് വയ്ക്കുന്നതാണ്. വിസയ്ക്ക് വെക്കുമ്പം അവർ പറഞ്ഞു മാക്സിമം ഒരു 2 to 3 വീക്സൊക്കെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് വിസയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാം. പക്ഷേ എല്ലാം നമുക്ക് അത് വിസയും ടിക്കറ്റും എല്ലാം വന്ന് കൺഫേം ആയി നമ്മുടെ ഒരു ഇത് മാതാവ് തന്നതാണെന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് സാക്ഷ്യം പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് മാതാവ് തന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സാക്ഷ്യം പറയുമ്പോൾ ഇനിയും മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നൊരു തെളിവ് വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ വിസയ്ക്കൊക്കെ വെക്കുന്നതിന് ഞാനിവിടെ വന്നു. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇതാത് ഇവിടെ എപ്പോഴും ഈ കൊണ്ടുവന്ന് ഞാൻ മാതാവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തുറന്നു വയ്ക്കും. അപ്പം മാതാവ് നിന്നൊരു മണ്ണാണല്ലോ, അപ്പം മാതാവിൻ്റെ കാൽച്ചോട്ടിൽ വെക്കുന്നതായിട്ട് അവിടെ വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ വിചാരം ന്യൂസിലൻഡ് വിസയും പാസ്പോർട്ടിൽ അടിച്ചാണ് വരുന്നതെന്നാണ്. കാരണം സൗദിക്കൊക്കെ വിസ അങ്ങനെയാണ് വരുന്നത്, പാസ്പോർട്ടിൻ്റെ ഒരു പേജിലാണ്. അപ്പോൾ ഞാൻ ഞാനിങ്ങനെ തുറക്കാൻ തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ പാസ്പോർട്ട് തുറന്ന് മാതാവിൻ്റെ മുമ്പിൽ കിഴി വയ്ക്കുകയാണ്. ഞാൻ ഈ തുറക്കുന്ന ഒരു പേജിലായിരിക്കണം എനിക്ക് വിസ വരുന്നത്. അപ്പോഴാണ് മാതാവ് തന്നത് എനിക്ക് കൂടുതൽ വിശ്വാസം വരത്തുള്ളൂ, എനിക്ക് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഞാൻ തുറന്ന് 6, 7, 2 പേജ് കിട്ടി. അപ്പോൾ ഞാൻ ഇതിൽ രണ്ടിലൊരു പേജിൽ തന്നാൽ ഉറപ്പായിട്ട് മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി വിശ്വസിക്കാം. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ എൻ്റെ വിസയ്ക്ക് പേപ്പറൊക്കെ വെച്ചു. കുറച്ചൊരു തടസ്സം വന്നു, പക്ഷേ ഒരു എൻക്വയറി ഒക്കെ വന്നായിരുന്നു. പക്ഷേ ഒരു റിജക്ഷനൊന്നും വന്നില്ല. എൻ്റെ വിസ വന്നു. ആ വിസ വന്നത് മാർച്ച് 6-ാം തീയതിയാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ച പോലെ ആ ഒരു ഡേറ്റ് തന്നു, 6 അല്ലെങ്കിൽ 7. പിന്നീട് എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നു ഒരു 1 മന്തിനുള്ളിൽ. അത് മെയ് 6th ആണ്. അങ്ങനെ ഞാൻ ആ ചോദ്യം അപ്പം മാതാവ് തരുന്നതാണ് എന്നുള്ളൊരു തെളിവായിട്ട് എനിക്ക് അങ്ങനെ 2-3 കോയിൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മെയ് 6th എൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് ന്യൂസിലൻഡിലേക്ക് പോകാനുള്ളത്. ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. മെയ് 2 ഞാൻ പോവുകയാണ്. എന്നെ ഇത്രയേറെ അനുഗ്രഹിച്ച അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ എനിക്ക് 2-3 സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടു എന്ന് എനിക്ക് എല്ലാവരോടും ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് ജസ്റ്റ് ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പത്രം തരുന്നേ, കൃപാസനത്തിലെ അല്ലേ, ഇത് കൊടുക്കുന്നതുകൊണ്ട് നിനക്കെന്താ ബെനിഫിറ്റ്, മോൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാനപ്പോൾ ഉറപ്പിച്ചായിട്ട് ഞാനിങ്ങനെ ആശുപത്രിയിലേക്ക് കൊടുക്കുമ്പം മറ്റ് അറിയത്തില്ലാത്തവരൊക്കെ ചോദിക്കാൻ ഞാൻ പറയാറുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ OET പാസ്സായത് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പത്രത്തിൽ പേര് വന്നു, ഇതിനെന്താ തെളിവ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ചേട്ടാ വരും, എൻ്റെ വിസയും ടിക്കറ്റും വന്നു കഴിയുമ്പോൾ ഈ പത്രത്തിൽ എൻ്റെ പേര് വരും, ഞാനപ്പോൾ സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലർക്കും നമുക്കൊരു സാക്ഷ്യം, നമുക്കൊരു ഉറപ്പ് കൊടുക്കണമല്ലോ. എൻ്റെ ജീവിതം കൂടെ ഞാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കും പത്രം കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ. പിന്നെ രണ്ടാമത് കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തി സൗദിയിലാണ്. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പം പ്രൊമറ്ററി എക്സാം ഉണ്ട്. അത് ഇച്ചിരി ടഫൊക്കെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അവൾക്ക് ഇത് വെച്ച സമയത്ത് 2:30 എക്സാം. ജസ്റ്റ് അവൾ ചെന്ന സമയത്ത് സിസ്റ്റം ഡൗൺ ആയി, എക്സാം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2:30 അമ്മമാത പ്രത്യക്ഷപ്പെട്ട സമയമാണ്, ഇത് നീ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കും. അപ്പം തന്നെ അവൾക്ക് അയച്ചു കൊടുത്തു. അവൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പറഞ്ഞു, ചേച്ചി സിസ്റ്റം ഓക്കെ ആയിട്ടുണ്ട്, എക്സാമിന് കയറ്റുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവൾ സൗദി പ്രൊമറ്ററി പാസ്സായി. അതുപോലെ 2-3 കാര്യം കൂടെ എനിക്ക് മാതാവ് ഇങ്ങനെ സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി സെക്കൻഡ് ബേബി ഡെലിവറി സമയത്ത് പെട്ടെന്ന് പെയിനൊക്കെ വന്നു, അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിൻ വരും പോവും, അങ്ങനെ നിൽക്കുമ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചത്തോളം അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബെറ്റർ നമുക്ക് CS ചെയ്യാം, ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ അമ്മയ്ക്ക് ഇതിന് കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, എടി ഇനി ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവൾക്ക് ഞാൻ ഈ പ്രയർ അയച്ചു കൊടുത്തു. ഞാൻ എല്ലാ സമയത്തും എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞാൻ ലൈറ്റ് ആൻറ്റി പ്രയർ റിക്വസ്റ്റ് ഇടും. എന്നിട്ട് ആ പ്രാർത്ഥന ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ഞാൻ ആ പ്രയർ അയച്ചു കൊടുക്കും. ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കേണ്ട വിശ്വാസത്തോടെ നിങ്ങളും പ്രാർത്ഥിക്കുക, നടക്കുമെന്ന് പറയും. അങ്ങനെ അവൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ പെയിനൊക്കെ അവൾക്ക് ഇങ്ങനെ കൂടി വന്നു. ഒരു കുഴപ്പമില്ല, നോർമൽ ഡെലിവറിയിൽ ഒരു കൊച്ചിനെ കിട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് 2 പേർക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ഒരാൾ അയർലൻഡിലാണ്, അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവളും ഇതുപോലെ ഓൺലൈൻ ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളാണ്, ലൈറ്റൊക്കെ ആൻറ്റി പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് അത് ഇട്ടു പ്രാർത്ഥിച്ചു. ആദ്യം പുള്ളിക്കാരി പരീക്ഷ എഴുതി, എന്നിട്ട് ഫെയിലായി. 2 ചാൻസേ ഉള്ളൂ അയർലൻഡിൻ്റെ ഒക്കെ എക്സാം. അപ്പം അവൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ എന്നോട് ഇങ്ങനെ ഞാനിവിടെ എല്ലാ മാസം വരുന്നതുകൊണ്ട് എന്നോട് എപ്പോഴും പറയും പോകുമ്പം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഇവിടെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ലൈറ്റൊക്കെ ആൻറ്റി പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവളോടും പറഞ്ഞു നീയും റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, ഓൺലൈനിൽ ഇട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട്
അവൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആൾക്ക് സൗദിയിലെ വിസ വന്ന ഒരു 90 ഡേയ്സാണ് വിസയുടെ കാലാവധി. 20 ഡേയ്സ് ആയിട്ടും ടിക്കറ്റ് വരുന്നില്ല. ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഞങ്ങൾ എപ്പോഴും അവരൊന്നും ഉടമ്പടി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അല്ലാത്തവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ലൈറ്റ് അക്കാദമി പ്രയർ റിക്വസ്റ്റ് ഇടുക, അതെല്ലാവർക്കും ചെയ്യാമല്ലോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജസ്റ്റ് ഡിസംബറിലായിരുന്നു, ഡിസംബർ 20th വിസ തീരുകയാണ്. അതിന് മുമ്പായിട്ട് അവൾക്ക് ടിക്കറ്റ് വരണം. ഞാനപ്പോൾ പറഞ്ഞു, ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ്, അമ്മ അത് പ്രത്യക്ഷപ്പെട്ട മാസമാണ്. അപ്പം December 7 നീ അതുകൊണ്ട് ഒരു 7 days ഈ പ്രാർത്ഥന 7 times ആക്ച്വലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും അതുപോലെ പ്രാർത്ഥിച്ചു. 7 അങ്ങനെ 7-ാം തീയതി ആയി. അപ്പോൾ അവൾ എനിക്ക്, ഞാൻ ചോദിച്ചു, എടി ടിക്കറ്റ് എടുത്തോ, വിസ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് പറഞ്ഞു. 8-ാം തീയതി രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഏജൻസിയിൽ നിന്ന് തരാൻ പറഞ്ഞു. കറക്റ്റ് December 7 ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. 7-ാമത്തെ ദിവസം അവൾക്ക് ടിക്കറ്റ് വന്നു. അങ്ങനെ December 20th വിസ തീരുന്നത്. അതിന് മുമ്പായിട്ട് അവൾ അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് സാക്ഷ്യത്തിനായിട്ട് ഞാൻ ഇത്രയും പറയുന്നു. എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.